സ്വപ്നം കാണാനാണെങ്കിൽ വീട്ടിലിരുന്നാ പോരെ, ഇവിടെ വന്ന് ഞങ്ങൾ എന്തിനാ മെനക്കെടുത്തുന്നേ? ജോലി ചെയ്യാൻ വന്നാ ജോലി ചെയ്യണം, അല്ലാതെ സ്വപ്നം കാണാനും വാചകം അടിക്കാനും ഉറക്കം തൂങ്ങാനും ആണെങ്കിലേ വേറെ സ്ഥലം നോക്കിക്കോണം. അതെ, നിങ്ങൾ ഇവിടുത്തെ മാനേജർ ആയിരിക്കും, പക്ഷെ മര്യാദയ്ക്ക് സംസാരിക്കണം. ഞാനും ഹൃതിക്ക് എന്ത് ജോലി ഇവിടെ ചെയ്യാത്ത? ചൂടാവുന്നൊക്കെ സൂക്ഷിച്ചു വേണം. നിങ്ങൾ ഞങ്ങളെ പോലെ ഒരു ജോലിക്കാരി തന്നെയാ. നിന്റെയൊക്കെ അഹങ്കാരം ഉടനെ തീരും. ഉടനെ ഒരു മുട്ടം പണി വരുന്നുണ്ട്. അതെന്താ അങ്ങനെ പറഞ്ഞത്? അതൊക്കെ വഴിയെ പറയാം. മോള് പകല് മുഴുവൻ ജോലിയെടുത്ത് കഷ്ടപ്പെട്ട് വന്നതല്ലേ, മോള് പോയി റെസ്റ്റ് എടുത്തോ. അതൊന്നുമില്ല, ചപ്പാത്തി ഞാൻ ഉണ്ടാക്കാം. ചെറിയമേ, എത്ര സെർവൻസ് ജോലിക്ക് നിന്ന കിച്ചണാണല്ലേ ഇത്? അതൊക്കെ ഒരു നല്ല കാലല്ലേ മോളെ, എല്ലാ കാലവും ഒരുപോലെ ഇരിക്കില്ലല്ലോ. മനുഷ്യ ജീവിതമല്ലേ, ഉയർച്ചകളോടൊപ്പം താഴ്ചകളും ഒരുപോലെ ഉണ്ടാവും. എന്നാലും നമ്മുടെ തകർച്ച ഭയങ്കരം തന്നെ. അത് നമ്മുടെ ബുദ്ധിമോശം കൊണ്ട് സംഭവിച്ചു പോയതാ. മോൾ അതൊക്കെ മറന്നേക്ക്, വരുന്നതൊക്കെ വരട്ടെ, നമുക്കത് നേരിടാം. അല്ല മോളെ, രാവിലെ പ്രതാപേട്ടനോട് സഹായം ചോദിക്കാൻ വന്നവരെ സഹായ വാഗ്ദാനം നൽകി മോള് പറഞ്ഞു വിട്ടല്ലോ. അവര് അച്ഛന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും സഹായം കിട്ടുമെന്ന് ഉറച്ചു വിശ്വസിച്ച് വന്നവരാ. അവരോട് ഇല്ലാന്ന് എങ്ങനെ പറയും? അവരച്ഛനെ കണ്ടിരുന്നെങ്കിൽ അച്ഛനും വിഷമിക്കുമായിരുന്നു. മോള് അച്ഛന്റെ പേരിൽ അവർക്ക് വാക്കുകൊടുത്തല്ലേ, പക്ഷെ അവരെങ്ങനെ സഹായിക്കാൻ പറ്റും? ഞാനും രാവിലെ മുതൽ അത് തന്നെ ആലോചിക്കുക ചെറിയമ്മ. സഹായിച്ചാലേ പറ്റൂ. ദൈവം എന്തെങ്കിലും വഴി കാണിച്ചു തരും. ഞാൻ മറ്റൊരു കാര്യം ആലോചിച്ച് ആകെ തകർന്നു നിൽക്കുകയായിരുന്നു. എനിക്ക് മോളോട് പറയുന്നതിൽ വിഷമമുണ്ട്. എന്നോട് തുറന്നു പറയുന്നതിന് എന്തിനാ വിഷമം? ചെറിയമ്മ പറയും. മോളെ, അപ്പുവിന്റെ സെമസ്റ്റർ ഫീസും ഹോസ്റ്റൽ ഫീസും അടയ്ക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് നാളെയാ. അടച്ചില്ലെങ്കിൽ അപ്പുവിനെ ഹോസ്റ്റലിൽ നിന്നും കോളേജിൽ നിന്നും പുറത്താക്കും. എന്തു ചെയ്യണമെന്നോർത്ത് ഞാൻ വല്ലാത്തൊരവസ്ഥയില. ശേഖരേട്ടനോട് പറഞ്ഞിട്ട് ശേഖരേട്ടൻ എന്ത് ചെയ്യാനാ? മോളെ, നമുക്ക് സൂര്യമംഗലത്തെ അമ്മയോടൊന്ന് പറഞ്ഞാലോ? അത് വേണ്ട ചെറിയമ്മ, അച്ഛനത് വിഷമാവും. അച്ഛന്റെ അഭിമാനത്തിന് അത് പ്രശ്നവും. ഈ പുണ്യം അച്ഛന് തന്നെ കിട്ടട്ടെ, അച്ഛൻ തന്നെ കൊടുത്താൽ മതി. മോളെ, ഈ പണം കൊണ്ടുപോയി കൊടുത്ത് അഡ്മിഷൻ എടുക്കണം കേട്ടോ. വല്യമാവ, കയ്യിലൊന്നും ഇല്ലെങ്കിലും ഇമേജിന് ഒട്ടും കോട്ടം വരുത്താൻ താല്പര്യമില്ല അല്ലേ? ഇപ്പൊ രാജാവെന്ന പേരേ ഉള്ളൂ. പ്രജകളെക്കാൾ ഗതികേടാ, അത് മറക്കണ്ട. അല്ല, ഇമേജ് ഉണ്ടാക്കാൻ ഈ ക്യാഷ് എവിടുന്ന് കിട്ടി? എന്തെങ്കിലും എടുത്ത് വിറ്റതാണോ അതോ കടം വാങ്ങിയതാണോ? നന്ദനെ, സൂക്ഷിച്ച് സംസാരിക്കണം. ഒരുപക്ഷെ എന്റെ അച്ഛൻ ക്ഷമിച്ചു എന്നിരിക്കും,
പക്ഷെ എന്റെ അച്ഛനെ അപമാനിച്ച അത് കേട്ട് നിൽക്കാൻ എനിക്ക് കഴിയില്ല. നീ എന്നെ എന്ത് ചെയ്യൂടി? എന്ത് ചെയ്യുമെന്ന്? കുഞ്ഞു മിണ്ടാതിരിക്കെ. ദേ കുഞ്ഞെ, വർമ്മ സാർ ആരാണെന്ന് കുഞ്ഞ് ഞങ്ങളെ പഠിപ്പിക്കണ്ട. ഈ നാട്ടിലുള്ളവർക്ക് മുഴുവനും അറിയാം വർമ്മ സാർ ആരാണെന്ന്. സാറിനെ ഈ അവസ്ഥയിലാക്കിയത് കുഞ്ഞും കുഞ്ഞിന്റെ അച്ഛനും ചേർന്ന. കുഞ്ഞു നോക്കിക്കോ, ഒടുവിൽ വിജയം വർമ്മ സാറിന് തന്നെ ആയിരിക്കും. ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെയും പ്രാർത്ഥനയുണ്ട്. സാറിനെതിരെയുള്ള കള്ളക്കേസിൽ നിന്നും സാറ് പുഷ്പം പോലെ ജയിക്കും. ഇത് പാവപ്പെട്ട ഈ ലീലയുടെ വാക്കല്ല, ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെയും പ്രാർത്ഥനയാ. സാർ എന്നോട് ക്ഷമിക്കണം, ഞാൻ അല്പം ഉച്ചത്തിൽ സംസാരിച്ചു പോയി. അത് സാറിനോടുള്ള സ്നേഹവും ബഹുമാനവും കൊണ്ടാ. സാറിനെന്നും ദൈവം കൂട്ടുണ്ട്. സാറിന്റേത് വലിയ മനസ്സാ. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ സാർ. കേട്ടല്ലോ, ഈ നാട്ടിലെ പാവപ്പെട്ടവരുടെ ശബ്ദം അത്. ഒടുവിൽ സത്യം ജയിക്കും. അന്ന് നീ പശ്ചാത്തപിക്കും. ചെറിയമ്മേ, ഇത് അപ്പൂന് ഫീസ് അടയ്ക്കാനുള്ള ക്യാഷ്. ചെറിയമ്മ വാ.